നമസ്കാരം, ഫുട്ബോൾ പറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ FA കപ്പ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ ബിഗ് ടീംസിന്റെ മാച്ചുകൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുവിടാനായിട്ടാണ്. സോ ഈ ആഴ്ചയിൽ FA കപ്പിൽ നിന്നും വമ്പന്മാരെല്ലാം കുറേ എണ്ണം പുറത്തായിട്ടുണ്ട്. സോ യുണൈറ്റഡ്, സിറ്റി മാത്രമാണ് പ്രോബബ്ലി ടോപ്പ് 6 ട്രഡീഷണൽ ടോപ്പ് 6 അവശേഷിക്കുന്ന രണ്ട് സൈഡുകൾ. ബാക്കി എല്ലാ ടീമുകളും FA കപ്പിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. ചെൽസി ഔട്ടായിട്ടുണ്ട്, ലിവർപൂൾ ഔട്ടായിട്ടുണ്ട്, നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടോട്ടനാം ഔട്ടായിട്ടുണ്ട്. സോ ആർസണലും ഔട്ടായി. ആർസണൽ നേരത്തെ തന്നെ ഔട്ടായിരുന്നു. സോ അവശേഷിക്കുന്ന രണ്ട് ടോപ്പ് 6 ട്രഡീഷണൽ സൈഡ് ഇവർ മാത്രമാണ്. സോ ഈ ഒരു ആഴ്ചയിൽ നമ്മൾ മത്സരങ്ങളിലോട്ട് നോക്കുമ്പോഴേക്കും ഇന്നലെ ലിവർപൂൾ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ ലിവർപൂൾ പുറത്തായത് തന്നെയാണ്. പ്ലൈമത്തിനോട് തോറ്റ് ചാമ്പ്യൻഷിപ്പിൽ 24 ടീമാണ് ചാമ്പ്യൻഷിപ്പിലുള്ള. അതിൽ 24ാം സ്ഥാനത്ത് കിടക്കുന്ന പ്ലൈമത്തിനോട് ഇന്നലെ 1-0 തോറ്റ് ലിവർപൂൾ പുറത്തായിരിക്കുകയാണ്. സോ പ്രീവിയസ് 8 ഫിക്സ്റ്റേഴ്സിൽ 5 വിജയവും 3 ഡ്രോയുമായിട്ട് ലിവർപൂളിന് 8 ഗെയിംസ് അൺബീറ്റൺ റൺ പ്ലൈമത്തിന് അഗേൻസ്റ്റ് ആണ് കിടന്നുകൊണ്ടിരുന്ന ലിവർപൂൾ. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ തോൽക്കുകയായിരുന്നു. അത്യാവശ്യം ചേഞ്ച് ഇല്ലോണമായിട്ടാണ് ലിവർപൂൾ ഇറങ്ങിയത്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂയിസ് ഡിയാസ് ഒക്കെ അടങ്ങുന്ന ഫ്രണ്ട് ത്രീ, ഏലിയട്ടും അതുപോലെ തന്നെ എൻഡോയും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത മത്സരമായിരുന്നു. കിയസൊക്കെ സ്റ്റാർട്ട് കിട്ടിയ മത്സരമായിരുന്നു. ഈ മത്സരത്തിൽ 36ാം മിനിറ്റിലാണ് ലിവർപൂൾ അവർ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കുന്നത്. സോ ലിവർപൂളിനെ കണ്ടെയ്ൻ ചെയ്യുന്നതിൽ പ്ലൈമത്ത് വളരെ നന്നായി തന്നെ കളിച്ചെന്ന് പറയേണ്ടി വരും. ലിവർപൂൾ വിൽ ബി ഡിസപ്പോയിന്റ്. സ്റ്റാറ്റിസ്റ്റിക്കലി ആണെങ്കിലും എക്സ്പെക്റ്റഡ് ഗോൾസിന്റെ കാര്യത്തിലെല്ലാം പ്ലൈമത്തിന് കൂടുതൽ നിന്നു. ആൻഡ് 53ാം മിനിറ്റിലാണ് ആ ഒരു പെനൽറ്റി ഇൻസിഡന്റ്. ഏലിയട്ട് ആണ് പെനൽറ്റി കൺസിഡർ ചെയ്യുന്നത്. ഹാർഡി പെനൽറ്റി സ്കോർ ചെയ്യുന്നു, 1-0 ലീഡ് എടുക്കുന്നു. അതിനുശേഷം 7 മിനിറ്റിന് ശേഷം ഹാർഡിക്കാനായിരുന്നു ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു കൺവേർട്ട് ചെയ്യാനായിട്ട്. പക്ഷെ അത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവിടെ എനിക്ക് തോന്നുന്നു സേവ് വരുവാണ് കെലഹറിനെ തോന്നുന്നു. 2-0 ആക്കാനായിട്ടുള്ള ഒരു അവസരം. അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് 20 മിനിറ്റ്സ് ലിവർപൂൾ ശരിക്കും ശ്രമിച്ചു. ഹസാർ എന്ന് പറയുന്ന ഗോൾ കീപ്പറിന്റെ 2 സൂപ്പർ സേവുകൾ ഉണ്ടായിരുന്നു. ഡിഫൻസീവ്ലി അവർ നല്ലപോലെ തന്നെ പിടിച്ചു നിന്നു. 9 മിനിറ്റോളം ആഡ് ഓൺ ടൈം കിട്ടി. പക്ഷേ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ലിവർപൂളിന് ചാമ്പ്യൻഷിപ്പിൽ ലാസ്റ്റ് സ്പോട്ടിൽ കിടക്കുന്ന സൈഡ് പുറത്താക്കിയിരിക്കുകയാണ്. ക്വാർഡിപ്പിൾ അടിക്കാനായിട്ടുള്ള ചാൻസ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. സോ അവിടുന്ന് നമ്മൾ നേരെ അടുത്ത മത്സരത്തിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇന്നലെ തന്നെ ടോട്ടനാം വേഴ്സസ് ആസ്റ്റൺ വില്ല ഉണ്ടായിരുന്നു. വില്ല പാർക്ക് വെച്ച് നടന്ന മത്സരത്തിലെ റാംസിയുടെയും റോജേഴ്സിൻ്റെയും ഗോളുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടനാമിനെ തോപ്പിച്ച് ആസ്റ്റൺ വില്ല അടുത്ത റൗണ്ടിലോട്ട് നടന്നിരിക്കുകയാണ്. മോർഗൻ റോജേഴ്സിന് അന്യായ ഫോമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന. ഒരു ഗോളും ഒരു അസിസ്റ്റും ആൾ ഇന്നലെ പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. സൂപ്പർ റണ്ണിലാണ്. ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം രണ്ട് ടീമും സ്ട്രോങ് ലൈനപ്പ് തന്നെയാണ് ഇറക്കിയത്. മാലനെയാണ് അപ്പ് ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തത് ആസ്റ്റൺ വില്ല. അതുപോലെ തന്നെ കോൺസയൊക്കെ ഇറങ്ങുന്ന സെൻറ്റർ ബാക്ക് ഡ്യൂ ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും 2ാം മിനിറ്റിൽ തന്നെ റാംസിയിലൂടെ അവർ ഗോൾ സ്കോർ ചെയ്യുകയായിരുന്നു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എമ്മി മാർട്ടിനസിൻ്റെ ഒരു സൂപ്പർ സേവ് മിൻസറിന് ഈക്വലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. എമ്മി മാർട്ടിനസിൻ്റെ സൂപ്പർ സേവ് ഉണ്ടായിരുന്നു. ബട്ട് ആസ്റ്റൺ വില്ല തന്നെയാണ് ഗെയിം ഇന്നലെ ഡോമിനേറ്റ് ചെയ്തെന്ന് തന്നെ പറയേണ്ട ഒരു. കിൻസ്കി ആദ്യ മിനിറ്റിലെ മിസ്റ്റേക്ക് വരുത്തിയെങ്കിലും പിന്നീട് 1-2 നല്ല സേവുകൾ കിൻസ്കി നടത്തുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ, അല്ലെങ്കിൽ സ്കോർ കൂടിയേനെ. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റോജേഴ്സ് 2ാമത്തെ ഗോൾ സ്കോർ ചെയ്യുകയും അതിനുശേഷം മത്തേസ്റ്റൽ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി 90+1 മിനിറ്റിൽ ഒരു ആശ്വാസ ഗോൾ ടോട്ടനാമിന് വേണ്ടി അടിക്കുകയായിരുന്നു. ഇന്നലത്തെ മാച്ചിലെ മികച്ച പ്ലെയർ റോജേഴ്സ് തന്നെയായിരുന്നു. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇന്നലെ സൂപ്പർ പെർഫോമൻസ് തന്നെയായിരുന്നു റോജേഴ്സിന്റെ. അതുപോലെ തന്നെ 67ാം മിനിറ്റിൽ റാഷ്ഫോർഡ് ഇറങ്ങി 1-2 നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തെങ്കിലും ഗോൾ അസിസ്റ്റ് ഒന്നും വരുത്താനായിട്ട് റാഷ്ഫോർഡിന് സാധിച്ചില്ല. ആ ഒരു ജേഴ്സിയിൽ ഒന്ന് അഡാപ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു. എന്തായാലും ടോട്ടൻഹാം ഹോട്ട്സ്പറിന് ഇനി ഈ സീസൺ അവശേഷിക്കുന്ന ഒരേ ഒരു ട്രോഫി, വിൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ട്രോഫി യൂറോപ്പ ലീഗാണ്. യൂറോപ്പ ലീഗിൽ അവരെന്തെങ്കിലും കാണിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇനിയുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും ബാക്ക് ടു ബാക്ക് സീസൺ FA കപ്പിൽ പ്രോഗ്രസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ പോസ്റ്റ് ഗോളുകളെ സൈന് സാധിച്ചിട്ടില്ല. സോ അവിടുന്ന് അടുത്ത ഒരു മാച്ചിലോട്ട് കിടക്കാനായിട്ടാണ് ചെൽസിനെ ബ്രൈറ്റൺ. ടെക്നിക്കലി ഈ മത്സരം UK ടൈം ശനിയാഴ്ച ആയിരുന്നു. പക്ഷേ നമുക്ക് ഇന്നലെ വെളുപ്പിന് 1:30 മഡ്രിഡ് ഡെർബിയുടെ ഒപ്പമായിരുന്നു. ചെൽസിനെ ബ്രൈറ്റൺ തോൽപ്പിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. സോ 5ാം മിനിറ്റിൽ തന്നെ ഒരു ഓൺ ഗോൾ, വെർബുഗിൻ്റെ ഓൺ ഗോൾ, പാൾമറിൻ്റെ ഷോട്ട് ആയിരുന്നു അത്. ഒരു ഓൺ ഗോൾ സിറ്റുവേഷനാണ് വന്നത്. അതിൽ 1-0 ലീഡ് എടുത്തെങ്കിലും പിന്നീട് റൂട്ടറിൻ്റെയും അതുപോലെ മിറ്റോമയുടെയും ഗോളുകളിൽ തിരിച്ചു വരികയായിരുന്നു ബ്രൈറ്റൺ. സോ ബ്രൈറ്റൻ്റെ കാര്യം പറയാനായിട്ടാണ് റൂട്ടർ അന്യായ ഫോമിലാണ്. റൂട്ടറായിരുന്നു ഈ കളിയിൽ ഏറ്റവും മികച്ച താരവും. ഒരു ഗോളും ഒരു അസിസ്റ്റും റൂട്ടറിൻ്റെ പേരിലുണ്ടായിരുന്നു. സോ ചെൽസി അഗെയിൻ ഡിസപ്പോയിൻറ്റിങ് പെർഫോമൻസ് തന്നെ പറയേണ്ടി വരും. ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് നോക്കാനാണെങ്കിലും അതിന് ആ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രൈറ്റൺ വെർ മോർ ഡിറ്റർമൈൻഡ്. അത് നമുക്ക് ആ പിച്ചിൽ പെർഫോമൻസിൽ കാണാനുണ്ടായിരുന്നു. ചെൽസിയുടെ പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഒരു ഡൊമസ്റ്റിക് കപ്പ് അടിക്കാനായിട്ട് നല്ലൊരു ചാൻസ് ആയിരുന്നു FA കപ്പ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു സ്ക്വാഡും അവർക്കുണ്ടായിരുന്നു. പക്ഷേ എൻസോ മരസ്കയും ടീമും റിയലി ഡിസപ്പോയിൻറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ റൂട്ടർ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈക്വലൈസ് ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മിറ്റോമയുടെ ആ ഒരു വിന്നറും വരികയായിരുന്നു.
സോ അതിനുശേഷം 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു. പാൾമർ ഫസ്റ്റ് ഹാഫിൽ തന്നെ ലീഡ് ഉയർത്താനായിട്ടുള്ള നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് എൻകുങ്കുവിനും ഷോട്ട് എടുക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു അവിടെ. എങ്ങനെ വരെ ലീഡ് ഉയർത്തിയില്ല എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വേണമെങ്കിൽ ചോദിക്കാം. ആൻഡ് ചെൽസി വേസ്റ്റ്ഫുള്ളാണ്. ചെൽസി ഇങ്ങനെ ധാരാളം മാച്ചുകൾ കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ മാച്ചിൽ ബ്രൈറ്റൺ വേർ മോർ ഡിറ്റർമൈൻഡ്. ആ ഒരു മാച്ചിൻ്റെ പെർഫോമൻസ് കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബ്രൈറ്റൺ ആയിരുന്നു കൂടുതൽ ഡിറ്റർമൈൻഡ്. ആ ഡിസർവിംഗിൽ അവർ അടുത്ത റൗണ്ടിലോട്ട് കടന്നിട്ടുമുണ്ട് 2-1 ഒരു വിക്ടറിയുമായിട്ട്. സോ ചെൽസി ആർ ഔട്ട്. ചെൽസിക്ക് ഈ സീസൺ റിയലിസ്റ്റിക്കലി പോസിബിൾ ആയ ഒരേ ഒരു കോമ്പറ്റീഷൻ കോൺഫറൻസ് ലീഗ് മാത്രമാണ്. നമുക്ക് നോക്കാം അവരെങ്ങനെ പോകുമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ ലൈറ്റൻ ഓറിയൻ്റ് എന്നാണ് തോന്നുന്നത് ടീമിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. അവർ ലീഗ് 1 അതായത് 3rd ഡിവിഷനിൽ 9ാം സ്ഥാനത്ത് കിടക്കുന്ന ടീമാണ്. അവർക്ക് അഗെയിൻസ്റ്റ് സിറ്റി 2-1 ഒരു വിജയം നേടിയിരുന്നു. 16ാം മിനിറ്റിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ പുറകിൽ പോയിരുന്നു. എനിക്ക് തോന്നുന്നു ഒർട്ടേഗയുടെ ഓൺ ഗോളായിട്ടാണ് റെക്കോർഡ് ചെയ്തത്. ആ ഒരു 16ാം മിനിറ്റ് പുറകെ പോയതിനു ശേഷം സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയതിന് ശേഷം കുസനോവും അതുപോലെ തന്നെ കെവിൻ ഡിബ്രൂനയുടെ ഗോളുകളിൽ 2-1 വിജയിക്കുകയായിരുന്നു. സിറ്റി റിയലി വേസ്റ്റ്ഫുൾ ആയ ഒരു മാച്ചായിരുന്നു. 6ഓളം ബിഗ് ചാൻസുകൾ അവർ മിസ് ചെയ്തൊരു മത്സരമായിരുന്നു. എക്സ്പെക്റ്റഡ് ഗോൾസ് ഒക്കെ 3ക്ക് മുകളിലുണ്ടായിരുന്നു. അപ്പുറത്ത് അവർക്കും എക്സ്പെക്റ്റഡ് ഗോൾസ് 1 point something ഉണ്ടായിരുന്നു. സോ സിറ്റിയുടെ ഡിഫൻസിനെ ട്രബിൾ ചെയ്തിരുന്നു. ആൻഡ് 1-0 പുറകെ പോകുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണ് റിക്കോ ലൂയിസിന്റെ ഷോട്ട് കുസനോന്റെ കാലിൽ ഡിഫ്ലക്ട് ചെയ്തിരുന്നു. ആൻഡ് വിന്നർ ഡിബ്രൂനെയും സീൽ ചെയ്യുകയായിരുന്നു. വിക്ടർ റിയസിന് സ്റ്റാർട്ട് കിട്ടിയ ഒരു മത്സരമായിരുന്നു ഈ ഒരു മാച്ച്. പക്ഷേ വിക്ടർ റിയസിന്റെ സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ മാറ്റി കുസനോവൊക്കെ ഇറങ്ങുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ആൻഡ് 2-1 ഒരു വിജയം നേടിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി അടുത്ത റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ്. റിയലി അവരെ ഫൈറ്റ് ചെയ്യിപ്പിച്ചു. ആ ഒരു വിക്ടറിക്ക് വേണ്ടി റിയലി ഫൈറ്റ് ചെയ്യിപ്പിച്ചു. സോ അതും ലീഗ് 1 കളിക്കുന്ന 3rd ഡിവിഷൻ ക്ലബ്ബ് എന്ന് പറയാൻ ഓർക്കണം. സോ സിറ്റി ഡിഫെൻസീവ്ലി വറിയുകയാണ്. ആ ഗെയിമിന്റെ പെർഫോമൻസും ഡിഫെൻസീവ്ലി വറിയുകയാണ്. ശരിയാണ് അവരുടെ സ്ട്രോങ്ങസ്റ്റ് ബാക്ക് ഫോർ അല്ല ഇറക്കിയെന്ന് പറഞ്ഞാലും ബട്ട് വിക്ടർ റിയസ് സ്റ്റാർട്ട് ചെയ്തു. റിക്കോ ലൂയിസ് ഒക്കെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് റൂബൻ ഡിയാസ് വാസ് ഓൾസോ ദെയർ. സോ റിയലി സിറ്റി വിൽ ബി വറി അവരുടെ ഡിഫൻസീവ് പെർഫോമൻസ്. കാരണം അവർക്ക് മറ്റ് 1-2 ചാൻസുകളും ഉണ്ടായിരുന്നു. എക്സ്പെക്റ്റഡ് ഗോൾസ് 1 point something ഉണ്ടായിരുന്നു അവർക്ക്. സോ സിറ്റി അഗെയിൻസ്റ്റ് റയൽ മാഡ്രിഡ് ഷുഡ് ബി റിയലി കൺസേൺ. ആൻഡ് FA കപ്പിലോട്ട് നമ്മൾ വരുമ്പോഴേക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെസ്റ്ററിനെ തോപ്പിച്ചെന്ന് അതിൻ്റെ റിവ്യൂ നമ്മൾ ഇട്ടിരുന്നു. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ന്യൂകാസിലും ജയിച്ചെടുത്ത റൗണ്ടിലോട്ട് നടന്നിട്ടുണ്ട്. ന്യൂകാസിൽ, ബ്രൈറ്റൺ, ആസ്റ്റൺ വില്ല ഇവരൊക്കെ ഫേവറേറ്റ്സ് ആണ് ഇപ്പം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. മാൻ യുണൈറ്റഡിന് മറ്റൊരു അവസരമാണ് മേ ബി ഒരു ഡൊമസ്റ്റിക് ട്രോഫി അടിക്കാനായിട്ട്. FA കപ്പ് അടിക്കുന്ന ടീമിന് യൂറോപ്പ ലീഗ് കളിക്കാനായിട്ടുള്ള അവസരമുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സീരിയസ്ലി കൺസിഡർ ചെയ്യേണ്ട ഒരു കോമ്പറ്റീഷനായി എൻ്റെ അഭിപ്രായത്തിൽ FA കപ്പ് മാറിയിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ. അതുവരേക്കും ബൈ.